തൻ്റെ ഭക്തരുടെ ഫോണുകളിൽ രഹസ്യമായി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ സ്വകാര്യ വിവരങ്ങളും ദൃശ്യങ്ങളും ചോർത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ സ്വയം പ്രഖ്യാപിത ബാബയെ ബൗധാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രസാദ് എന്ന ബാബ ഭീംറാവുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തനിക്ക് ചില ദിവ്യശക്തികൾ ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുന്ന സ്ത്രീകളെയാണ് ഇയാൾ പ്രധാനമായും തൻ്റെ ചൂഷണത്തിന് ഇരകളാക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ബൗധാൻ പോലീസ് സ്റ്റേഷനിൽ 39 വയസ്സുള്ള ഒരു യുവതി നൽകിയ പരാതിയെ തുടർന്ന് IT ആക്ടിലെയും മഹാരാഷ്ട്ര അന്ധവിശ്വാസ വിരുദ്ധ നിയമത്തിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആത്മീയതയുടെ മറവിലാണ് ഇയാൾ ബൗധാൻ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. ദിവ്യശക്തികൾ നേടിയെന്ന് അവകാശപ്പെടുകയും ഭക്തരെ കബളിപ്പിക്കുകയും ചെയ്തു. 4-5 മാസത്തിനുള്ളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പലരെയും മാനസികമായി ദുർബലപ്പെടുത്തി. പിന്നീട് ഇവരെ തൻ്റെ ആവശ്യങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പുണ്യമന്ത്രങ്ങൾ ചൊല്ലാനെന്ന വ്യാജേന ഇയാൾ ഭക്തരിൽ നിന്നും അവരുടെ ഫോണുകൾ ആവശ്യപ്പെടും. തുടർന്ന് അയാൾ രഹസ്യമായി എയർ ഡ്രോയിഡ് കിഡ് എന്നൊരു ഹിഡൻ ആപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇതുവഴി ഇരകളുടെ ഫോണിലെ ക്യാമറ, മൈക്രോഫോൺ, GPS എന്നിവ ദൂരത്തിരുന്ന് നിയന്ത്രിക്കാനും കഴിയും. ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യാജബാബ ഭക്തരെ വിളിച്ച് അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അവരിപ്പോഴുള്ള സ്ഥലം, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരിൽ വിശ്വാസം കൂടുതൽ വളർത്തിയെടുക്കും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിഹാരമായി കാമുകിയുമായോ അല്ലെങ്കിൽ ഒരു ലൈംഗിക തൊഴിലാളിയുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഈ ബാബ ചില യുവ ഭക്തരെ ഉപദേശിച്ചിരുന്നതായും പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. വീട്ടിലെ ചില പ്രത്യേക കോണുകളിൽ മൊബൈൽ ഫോണുകൾ സ്ഥാപിക്കാൻ ഇയാൾ ഭക്തരോട് നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ അവരുടെ സ്വകാര്യ വീഡിയോയും ഈ സ്വാമി റെക്കോർഡ് ചെയ്തിരുന്നു. ഒരു ഭക്തൻ തൻ്റെ ഫോൺ എല്ലായ്പ്പോഴും ഓവർ ഹീറ്റാവുന്നത് ശ്രദ്ധിച്ചു. അയാൾ അത് നോക്കാൻ സുഹൃത്തായ ഒരു ടെക്നീഷ്യനെ ഏൽപ്പിച്ചു. അയാളൊരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് അത് സ്കാൻ ചെയ്തപ്പോൾ സംശയാസ്പദമായ ഒരു ആപ്പ് കണ്ടെത്തി. ആരോ ഫോൺ റിമോട്ടായി പ്രവർത്തിപ്പിക്കുകയാണെന്ന് അതോടെ ഉറപ്പിക്കുകയും ചെയ്തു. ബാബ മാത്രമാണ് അടുത്തിടെ തൻ്റെ ഫോൺ കൈകാര്യം ചെയ്തെന്ന് ആ ഭക്തനെ അപ്പോൾ തന്നെ ഓർമ്മയും വന്നു. അതോടെ അദ്ദേഹം മറ്റ് ഭക്തന്മാരെയും ബന്ധപ്പെട്ടു. അവരും അവരുടെ ഉപകരണങ്ങളിൽ ഇതേ ആപ്പ് കണ്ടെത്തുകയായിരുന്നു. തങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയവർ ബാബയെ ചോദ്യം ചെയ്തു. എന്നാൽ തനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും പരാതി നൽകരുതെന്നും ഇയാൾ അവരോട് അപേക്ഷിച്ചിരുന്നു. എന്നാൽ അതിലൊരാൾ ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ജൂൺ 28 രാത്രി ബൗധാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു വലിയ ഭക്തജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. തങ്ങളും സമാനമായ ഇത്തരം പീഡനങ്ങൾക്ക് വിധേയരായിട്ടുണ്ടെന്ന് പലരും അവകാശപ്പെടുകയും ചെയ്തു. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ പ്രതിയുടെ ഫോണും ഉപയോഗിച്ച ആപ്പും പോലീസ് പരിശോധിച്ചു. ഭക്തർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തി. അതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത വീഡിയോകൾ എവിടെ സൂക്ഷിച്ചുവെന്നും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനകൾ നടക്കുന്നുണ്ട്. IT ആക്ടിലെയും അന്ധവിശ്വാസ വിരുദ്ധ നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും ബൗധാൻ പോലീസ് സ്റ്റേഷനിലെ സീനിയർ ഇൻസ്പെക്ടറായ അനിൽ വിബുദെ പറയുന്നു. സ്വകാര്യ വീഡിയോകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ബാബയുടെ കയ്യിലുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. അതിൽ പലരും തങ്ങളുടെ കാമുകിമാരുമായി ഉള്ള വീഡിയോകളുമുണ്ട്. പിന്നെ ബാബയുടെ ഉപദേശപ്രകാരം ലൈംഗിക തൊഴിലാളികളുമായി ബന്ധപ്പെടുന്ന വീഡിയോകളുമുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണമുണ്ടാക്കുക എന്നതിനൊപ്പം ലൈംഗിക പീഡനം കൂടിയാണ് ഈ ബാബ ലക്ഷ്യം വെച്ചിരുന്നത്.